ഹായ്, ഞാൻ സബിൻ സലീം. വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലേവർക്കും സ്വാഗതം. വിശാലമായ ഒരു വാഹനം, ചരക്ക് നീക്കത്തിനായിട്ട് പവർഫുള്ളായിട്ട് ഉയർന്ന ടോർക്കോട് കൂടി ഉണ്ടാക്കിയ ഒരു എഞ്ചിൻ, മെയിൻ്റനൻസ് താരതമ്യേന കുറവ്, മാന്യമായ മൈലേജ്, അത്തരത്തിലൊരു വാഹനമാണ് നിങ്ങൾ ഈ പിൻഭാഗത്ത് കാണുന്നത്. ഇതെന്താ സുമോഡ അയ്യർ കളിയോ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ സുമോഡ പല വകഭേദങ്ങളിൽ ഒന്നാണ് ഇത്. സുമോഡ ഗോൾഡ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഗോൾഡിൻ്റെ എഞ്ചിനും ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗോൾഡിൻ്റെ എഞ്ചിൻ വന്നിട്ട് ഒരു CRD എഞ്ചിനായിരുന്നെങ്കിൽ ഇത് CRD എഞ്ചിനല്ല, DI എഞ്ചിനാണ്. അതെ, സുമോ വിക്ട DI ടർബോ EX എന്ന് പറയുന്ന ഒരു മോഡലാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. 70 bhp മാത്രമുള്ള ഒരു എഞ്ചിനാണ്. 223 Nm ടോർക്കാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. 2956 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന ഒരു 4 സിലിണ്ടർ ഇല്ലേ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നിങ്ങളിതാ ഈ കാണുന്നത്. ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ 3000 ക്യൂബിക് കപ്പാസിറ്റി എന്ന് നമുക്ക് വട്ടമിട്ട് പറയാം. ഈ ഒരു 3 ലിറ്റർ DI എഞ്ചിൻ, ഈ എഞ്ചിൻ ഒരുപാട് വാഹനങ്ങളിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം 407 പോലുള്ള വാഹനങ്ങളിൽ അല്ലെങ്കിൽ പിക്കപ്പുകളിൽ ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളിലാണ് കൂടുതലും ഈ എഞ്ചിൻ കണ്ടുവരുന്നത്. ഈ എഞ്ചിനാണ് ഈ കാണുന്ന വിക്ടയിൽ കമ്പനി നൽകിയേക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ വണ്ടി പവർഫുള്ളായിട്ട് കാല് കൊടുക്കുമ്പോൾ ഷൂ എന്നും പറഞ്ഞ് വലിച്ചെടുത്തുകൊണ്ട് ഓടത്തെയൊന്നുമില്ല, അല്ല പയ്യെ ഓടി കയറത്തേ ഉള്ളൂ ഈ ഒരു എഞ്ചിൻ. കാര്യം എന്ന് വെച്ചാൽ ഇതിൽ bhp വളരെയധികം കുറവാണ്. 70 bhp ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. അതേസമയം ഈ ഒരു വാഹനം ഫുൾ ലോഡായിട്ടാണെങ്കിലും എത്ര വലിയ കയറ്റമാണെങ്കിലും സിമ്പിളായിട്ട് കയറിപ്പോവും. അത് കണക്ക് തന്നെ ഈ എഞ്ചിൻ സൈഡ് വളരെ സ്ട്രോങ് ആണ്. അത്യാവശ്യം ഒരു പ്രശ്നവും ഇല്ലാതെ കൂടുതൽ നാൾ എഞ്ചിന് വലിയ വിഷയങ്ങളൊന്നും വരാതെ കിടന്നോടും എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ചില ന്യൂനതകളും ഈ ഒരു എഞ്ചിനുണ്ട്. ഇപ്പം നല്ല വശങ്ങൾ ഒരു എഞ്ചിനുള്ള കണക്ക് തന്നെ ഒരു മോശം വശങ്ങൾ, ഒരു നാണയത്തിന് രണ്ട് വശമുള്ള പോലെ തന്നെ ഈ ഒരു എഞ്ചിന് മോശം വശങ്ങളുണ്ട്. ഈ എഞ്ചിൻ്റെ ടൈമിങ്ങിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ടൈമിങ് വന്നിട്ട് ഗിയർ ഡ്രൈവാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ടൈമിങ് ഇത്ര കിലോമീറ്റർ ആകുമ്പോൾ മാറണം എന്ന് പറഞ്ഞുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ്. ഇതിൻ്റെ ക്യാം ഷാഫ്റ്റ് വരുന്നത് എഞ്ചിൻ്റെ ബ്ലോക്കിലായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് വാൽവ് വർക്ക് ആവുന്നത്? ഞാൻ നേരത്തെ സുമോ ഗോൾഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞ കണക്ക് തന്നെ ഈ ഒരു ക്യാം ലോബുകൾ ഉയരുന്നതിനനുസരിച്ച് ക്യാം ലോബിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ടാപ്പറ്റ് ഉണ്ട്. ഈ ഒരു ടാപ്പറ്റ് പുഷ് റോഡുകൾ, നീളമുള്ള കമ്പി പോലൊരു സാധനമാണ്, ഞാൻ ഫോട്ടോ ഇട്ടേക്കാം. ടാപ്പറ്റ് പുഷ് റോഡിനെ ഉയർത്തുന്നു. പുഷ് റോഡ് നേരെ വന്നിട്ട് റോക്കറാമിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നു. ഈ റോക്കറാമാണ് വാൽവിനെ പ്രവർത്തിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിന് ഒരു അപാകത, അതായത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂടുതൽ എക്യുപ്മെൻറ്റ്സ് വരുന്നുണ്ട്. അതിനൊക്കെ ശബ്ദം ഒരല്പം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇത് ഇപ്പം വണ്ടി ലോഡോടുകൂടി ഓടിക്കുന്നു. ഇപ്പം എഞ്ചിൻ സാധാരണ നമ്മൾ വണ്ടി ആളേക്ക് ഇരുത്തി ഓടിച്ചുകൊണ്ട് പോകുന്ന ഇത്തിരി കാലെടുത്ത് ഓടിക്കുന്ന പ്രശ്നമില്ല. വെറുതെ ഇട്ട് റേസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പുഷ് റോഡൊക്കെ ബെൻഡായി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ധാരാളമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ വാൾ ഡോർ. ഈ ഒരു വാൾ ഡോറിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഇതിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡ് വരുന്നത്. ഇല്ലറ്റ് മാനിഫോൾഡ് പോർട്ട് ഈ ഭാഗത്തോട്ട് വരുന്നു. ഇല്ലറ്റ് മാനിഫോൾഡ് ഈ വാൾ ഡോറിൻ്റെ കൂടെ ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ് വരുന്നത്. ഇത് ഒരു ഡൈക്കോർ എഞ്ചിനോ CRD എഞ്ചിനോ ഒന്നും തന്നെയല്ല. ഡൈക്കോർ CRD രണ്ടും ഒന്ന് തന്നെയാണ്. ഇതൊരു സാധാ FIP എഞ്ചിനാണ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് വരുന്ന സാധാരണ ഒരു എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാല് കൊടുക്കുന്നതിനനുസരിച്ച് ഭയങ്കര ഒരു പവറോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മൾ ഡൈക്കോർ എഞ്ചിനേക്കാൾ ശബ്ദം വളരെയധികം കൂടുതലായിരിക്കും ഈ ഒരു എഞ്ചിനും. അതുപോലെ തന്നെ നമ്മൾ അനാവശ്യമായിട്ട് കൂടുതൽ കാല് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാതെ വെറുതെ കാല് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം വെച്ചാൽ നല്ല രീതിയിലുള്ള കരിഞ്ഞ കറുത്ത പുക ഇതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു FIP ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് സാധാ രീതിയിലുള്ളൊരു പമ്പ് സിസ്റ്റമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാതെ കാല് കൊടുക്കുന്നതിനനുസരിച്ച് എയറിൻ്റെ ക്വാണ്ടിറ്റി പ്രോപ്പറായിട്ട് കിട്ടാതെ വരികയും കൂടുതൽ ഡീസൽ എത്തുകയും ചെയ്യും. സ്വാഭാവികമായും കരിഞ്ഞ കറുത്ത പുക പുറത്തേക്ക് വരാനും ചെയ്യും. നമ്മളെ വണ്ടിയുടെ ഇഞ്ചക്ടേഴ്സ് വരുന്നത് ഇത് കണ്ട, ഇതിൻ്റെ ഉൾഭാഗത്തായിട്ടാണ്. ഈ പൈപ്പുകൾ പോകുന്നുണ്ട് അകത്തായിട്ടാണ് ഇഞ്ചക്ടേഴ്സ് വരുന്നത്. അത് കണക്ക് തന്നെ ഇതിൻ്റെ FIP ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പാണ് നിങ്ങൾ ഈ ഭാഗത്തായിട്ട് കാണുന്നത്. നിങ്ങൾ ഈ കാണുന്നത് ഒരു ഓയിൽ ഫില്ലിംഗ് ക്യാപ്പ് ആണെങ്കിൽ ഇവിടെയും അതുപോലെ തന്നെ ഒരു ഓയിൽ ഫില്ലിംഗ് ക്യാപ്പ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ഇതിൻ്റെ PCV പോസിറ്റീവ് ക്രാങ്കേസ് വെന്റിലേഷൻ്റെ പൈപ്പും വരുന്നത്. ഈ ടൈപ്പ് വണ്ടികൾ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഭാഗം കണ്ടാ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഓയിൽ ഫില്ലിംഗ് ക്യാപ്പ്. ഇതും ഉപയോഗിക്കാം. അത് കണക്ക് തന്നെ ഇതും ഓയിൽ ഫില്ലിംഗ് ക്യാപ്പാണ്. അതുപോലെ തന്നെ ഇതൊരു PCV യൂണിറ്റാണ്, പോസിറ്റീവ് ക്രാങ്കേസ് വെന്റിലേഷൻ യൂണിറ്റാണ്. ഈ കാണുന്ന ഓസ് വെറുതെ താഴേക്ക് ഇട്ടേക്കാണ്. ഈ ഭാഗത്ത് എപ്പോഴും ഒരു ഓയിലിൻ്റെ മയം ഉണ്ടായിരിക്കും. കാര്യം വെച്ചാൽ ഓടുമ്പോഴത്തേക്കുണ്ടാകുന്ന ആ ഒരു എഞ്ചിനകത്തുള്ള മർദ്ദം കുറയ്ക്കാനാണ് PCV യൂണിറ്റ് കൊടുത്തേക്കുന്നത്. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു PCV യൂണിറ്റിൽ കൂടെ വരുന്ന എയറിൻ്റെ കൂട്ടത്തിൽ ഓയിലിൻ്റെ അംശം ഉണ്ടായിരിക്കും. ആ ഓയിൽ വെറുതെ പുറത്തേക്ക് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഈ എഞ്ചിനിൽ പൊതുവേ ശ്രദ്ധിക്കേണ്ടുള്ള മൂന്ന് കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഡീസൽ എഞ്ചിൻ ഓയിലിലോട്ട് ഇറങ്ങുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ FIP ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഓയിൽ സീലൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ ഡീസൽ സീലൊക്കെ ഡാമേജ് ആയിട്ട് ഡീസൽ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇഞ്ചക്ടർ എഞ്ചിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് ഉള്ളത്, നമ്മൾ ഇന്നോവയ്ക്കൊക്കെ വരുന്ന ആ ഒരു രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും രീതിയിൽ ഇപ്പം ഏതെങ്കിലും ഭാഗത്ത് ചെറിയ ഡാമേജുകളോ അതല്ലാന്നുണ്ടെങ്കിൽ ബോൾട്ടുകളൊക്കെ മുറുക്കിയേക്കുന്നത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിലോ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡീസൽ ഈ എഞ്ചിൻ ഓയിൽ കലരാനും എഞ്ചിൻ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നുമില്ല, ഡെയിലി എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുമ്പം അളവ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ടോ, ഡീസൽ സ്മെല്ലുണ്ടോ എന്നുള്ളത് ചുമ്മാ ചെക്ക് ചെയ്യുക. അത്രമാത്രം ചെയ്താൽ മതി. ഏതെങ്കിലും രീതിയിൽ ഓയിൽ കൂടുതലായിട്ട് വരുന്നുണ്ട് എന്ന് തോന്നിയാണെങ്കിൽ, ഓയിൽ കൂടുതലാണെന്ന് തോന്നിയാണെങ്കിൽ തീർച്ചയായിട്ടും മെക്കാനിക്കിനെ കാണിച്ച് ചെക്ക് ചെയ്യിപ്പിക്കണം. രണ്ടാമതായിട്ട് വരുന്നൊരു കേസ് കിട്ടുമെന്ന് വെച്ചാൽ ഓവർ ഹീറ്റാണ്. ഇതിൻ്റെ റേഡിയേറ്റർ ബ്ലോക്ക് ആവുന്ന കേസ് കിട്ടും. അതുപോലെ തന്നെ ഇതാ ഈ കാണുന്ന ബൾബോസുകളൊക്കെ ഉണ്ട്. ബൾബോസ് ഇതാ ഇവിടെ വരുന്ന ഓസ്, അത് കണക്ക് തന്നെ ഇതിൻ്റെ തെർമോസ്റ്റാറ്റിക് കേസ്, ഇത്തരം ഓസുകൾ, ഇത്തരം ഭാഗങ്ങളൊക്കെ ഈ പെട്ടെന്ന് ഡാമേജ് ആകും എന്നുള്ളതല്ല, കാലക്രമേണ പഴക്കത്തിനനുസരിച്ച് ഇഷ്യൂസ് കാണിക്കാറുണ്ട്. അതുകൊണ്ടങ്ങനെ ഈ പൈപ്പൊക്കെ നോക്കിയേ, ഒരു സാധാ ഒരു പൈപ്പ് എടുത്ത് വെൽഡ് ചെയ്ത രീതിയിലാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. ഈ പൈപ്പുകളൊക്കെ ദ്രവിച്ച് ധാരാളം പ്രശ്നങ്ങൾ വരാറുണ്ട്. ഒക്കെ ദ്രവിച്ച് പോയാൽ ചിലപ്പോഴൊക്കെ ഈ സാധനം കിട്ടാൻ ഒരിത്തിരി പ്രയാസമാണ്. നമ്മളിത് കണക്ക് പൈപ്പ് വെൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ. ഇത്തരത്തിലുള്ള ഭാഗങ്ങളൊക്കെ ഡാമേജ് ആവാനും റേഡിയേറ്റർ ബ്ലോക്ക് ആവാനും അതുപോലെ തന്നെ വാട്ടർ പമ്പിൻ്റെ ഡാമേജ് എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് ഭയങ്കരമായിട്ട് വരത്തില്ലെങ്കിലും വാട്ടർ പമ്പിൻ്റെ കേസ് ഇട്ട് നമുക്ക് എടുക്കാം. പക്ഷേ ഇത്തരം ഭാഗങ്ങൾ, ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ നിരന്തരം കേടാകുന്ന ഒരു സൈഡാണ് ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച്. അപ്പം കേൾക്കുമ്പം നിങ്ങൾ വിചാരിക്കും ഈ വണ്ടി മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് എന്നുള്ളത്. അല്ല, ഇതൊക്കെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളും അത് കണക്ക് തന്നെ ഇത്തരം ഭാഗങ്ങളൊക്കെ ഡാമേജ് വരികയാണെങ്കിൽ ഒറ്റയടിക്ക് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്നതൊന്നുമല്ല, കാലപ്പഴക്കത്തിന് ക്രമേണ വരുന്ന കംപ്ലയിൻറ്റുകളാണ്. അപ്പം അതിനനുസരിച്ച് മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ, ഈ ഒരു വണ്ടി എന്ന് വെച്ചാൽ ഒരു A ക്ലാസ് സാധനമാണ് കേട്ടോ. ഈ വണ്ടിയുടെ ഈ ഒരു വിക്ടയുടെ പ്രായം വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും ഇരിക്കുന്നത് പക്ക സാധനം വെച്ചാൽ ക്ലീൻ പീസ് വണ്ടിയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അതിന് കസ്റ്റമറിന് ഒരു ടാറ്റയുടെ വാഹനമാണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിടന്ന് ഓടത്തില്ല എന്നുള്ളൊരു മുൻധാരണയൊന്നും ആർക്കും വേണ്ട. ഒരുപാട് വാഹനങ്ങളിൽ തെളിയിച്ചിട്ടുള്ള ഓടി തെളിയിച്ചിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ കാണുന്ന 3 ലിറ്റർ എഞ്ചിൻ. മൂന്നാമത്തെ ഒരു കേസ് കെട്ട് ഓയിൽ ലീക്കാണ് കേട്ടോ. ഓയിൽ ലീക്കിൻ്റെ കേസ് കെട്ടോട്ട് വരികയാണെങ്കിൽ വാൾഡോറിൽ നിന്ന് നല്ല രീതിയിൽ ഓയിൽ ലീക്ക് വരാം. നമ്മൾ നേരത്തെ കണ്ട PCVയുടെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തു നിന്നൊക്കെ ഓയിൽ ലീക്ക് വരാം. അത് കണക്ക് തന്നെ ടൈമിംഗ് കവറിൻ്റെ ഭാഗത്തു നിന്ന് ഓയിൽ ലീക്ക് വരാം. ക്രാങ്ക് കേസിൽ നിന്ന് ഓയിൽ ലീക്ക് വരാം. ഇതിൻ്റെ ഓയിൽ സീലുകളിൽ നിന്ന് ഓയിൽ ലീക്ക് വരാം. ഇപ്പം കേൾക്കുമ്പം വിചാരിക്കും ഇത് ഫുൾ ഓയിൽ ലീക്ക് ആണല്ലോ എന്നുള്ളത്. സത്യമാണ്, ഫുൾ ഓയിൽ ലീക്കാണ്. ഇത്തിരി നല്ലോണം ഓടി പഴകി കഴിയുമ്പോഴത്തേക്ക് ഒരു 80-60 ഒക്കെ കഴിഞ്ഞങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓയിൽ ലീക്ക് തുടങ്ങും. അത് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ഈ വണ്ടി ഡ്യൂറബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിലും അതിൻ്റെ മെയിൻ്റനൻസ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ആ ഡ്യൂറബിലിറ്റി കിട്ടത്തില്ല. അത് ഏത് വണ്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് ആ ഒരു വർക്കും കാര്യങ്ങളും, അത് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു എഞ്ചിനിൽ വരുന്ന കേസുകളാണ്. അതുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതെനിക്ക് ഓയിൽ ലീക്ക് ഉറപ്പായിട്ടും വരും. അങ്ങനെ ഓയിൽ ലീക്ക് വരുമ്പോഴത്തേക്ക് ക്രാങ്ക് കേസ് ഇളക്കി ബോണ്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഓയിൽ സീൽ കംപ്ലയിൻ്റ് ഉണ്ടോ ഓയിൽ സീൽ മാറുന്ന കേസ് ഇട്ട് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കറക്റ്റ് ചെയ്ത് കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. അങ്ങനെ നടന്നാൽ മാത്രമേ ഈ ഒരു എഞ്ചിൻ നല്ല രീതിയിൽ, അതായത് ചിലപ്പോൾ 4, 5, 6 ലക്ഷം കിലോമീറ്റർ സുഖമായിട്ട് കിടന്നുകൂടും. സാധാരണ നമ്മളുടെ ആ ഒരു ഗോൾഡിൽ വരുന്ന ഡീസൽ ഫിൽറ്ററൊക്കെ ഇത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ ഇതിനങ്ങനെ അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്യൂൽ ഫിൽറ്റർ വരുന്നത്. 2 നാഴി പോലെ വരുന്ന ഫ്യൂൽ ഫിൽറ്ററാണ് ഈ ഒരു വാഹനത്തിലെ കമ്പനി നൽകിയിരിക്കുന്നത്. സിമ്പിളാണ്, മാറാനൊക്കെ ആയിട്ട് വളരെയധികം സിമ്പിളാണ്. ഞാനീ പറഞ്ഞ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഒഴിച്ച് മറ്റ് വലിയ വിഷയങ്ങളൊന്നും ഈ ഒരു DI എഞ്ചിന് സാധാരണഗതിയിൽ വരാറില്ല. ഇത് ഒരു നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻ അല്ല, ഇതൊരു DI ടർബോ എഞ്ചിനാണ് കേട്ടോ. ഞാൻ DI എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും ടർബോ ഇല്ലാത്ത എഞ്ചിനാണെന്നുള്ളത്. നേരെ കൊണ്ടുവന്നില്ല, ഈ ഒരു ഭാഗത്തായിട്ട് ഇതിന് ടർബോ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ടർബോ വരുന്നത്. കട്ട് ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ, അതായത് ഒരു CRD എഞ്ചിനെ വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ ആ ഒരു എഞ്ചിനേക്കാൾ വളരെയധികം കുറവായിരിക്കും ഇതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒരു DI എഞ്ചിൻ ആകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അതിൽ ഇലക്ട്രോണിക്കൽ എക്യുപ്മെൻറ്റ്സ് കുറവായിരിക്കും. അത് കണക്ക് തന്നെ ഇഞ്ചക്ടറിൻ്റെയും അത് കണക്ക് തന്നെ പമ്പിൻ്റെയൊക്കെ സർവീസ് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് അത് കുറവായിരിക്കും. അത്തരത്തിൽ കുറേ കാര്യങ്ങൾ, സെൻസേഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് റിപ്പയറിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ പോലും വലിയ രീതിയിൽ തലവേദന ആയിരിക്കത്തില്ല ഈ ഒരു DI എഞ്ചിൻ. സാധാരണ ഒരു ഇപ്പോൾ സ്കാനിങ് എന്ന് പറഞ്ഞുകൂടാത്ത ഒരാൾക്ക് പോലും ഈ ഒരു എഞ്ചിൻ സുഖകരമായ രീതിയിൽ പണിയാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ ഒരു വാഹനത്തിന്, അതായത് നമ്മളുടെ ഈ ഒരു സുമോ വിക്ട DI ടർബോ EX എന്ന് പറയുന്ന ഈ ഒരു
3 ലിറ്റർ എഞ്ചിൻ വരുന്ന ഡീസൽ എഞ്ചിൻ വരുന്ന ഈ ഒരു വാഹനത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് പറയുക. ഇത്തരം വാഹനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, നിങ്ങളുടെ നല്ലതും ചീത്തയായിട്ടുള്ള അനുഭവങ്ങളൊന്ന് പങ്കുവെക്കുക. ഒരു കാര്യം ഓർക്കുക, നിങ്ങളൊരു CRD എഞ്ചിനേക്കാൾ എന്തുകൊണ്ടും ചിലവ് കുറവാണ് ഈ ഒരു എഞ്ചിൻ കൊണ്ടു നടക്കാനും പണിയാനും ഒക്കെ. അത്യാവശ്യം 12 മുതൽ 14 വരെ മൈലേജ് കിട്ടുന്ന ഒരു എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.